രാമായണവും രാഷ്ട്രീയവും എന്ന വിഷയം അത് കാലത്തിന് യോജിച്ചതും ഇന്നത്തെ സമകാലീന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ പ്രസക്തവുമാണ്. കാരണം രാമായണം, അതിലെ രാഷ്ട്രീയം ഏതൊരു കാലത്തും അങ്ങേയറ്റം ചിന്തിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ തത്വസംഹിതകളുടെ സമാഹാരമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. ജനാഭിലാഷം ആണ് ഒരു സദ്ഭരണത്തിൻ്റെ കാതലെന്ന് പറയുന്നു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജനകീയ താൽപ്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെ വിശാല താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. രാഷ്ട്രീയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചു പോകുന്നത് കക്ഷി രാഷ്ട്രീയം എന്ന വാക്കിന് സമാനമായിട്ടാണ്. രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും രണ്ടാണ്. കക്ഷി രാഷ്ട്രീയം മാറി മാറി വരും. ഓരോരോ കാലത്തിനനുസരിച്ച് ഓരോരോ കക്ഷികൾ നേതാക്കന്മാരും അത് പുലരും, വേറെ നേതാക്കന്മാർ വരും. അതൊക്കെ ഒരു ഭരണ സംവിധാനത്തിൽ താൽക്കാലികങ്ങൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ്. രാഷ്ട്രീയം അതല്ല. രാഷ്ട്രം ജീവസുറ്റതാണ്. ആ രാഷ്ട്രത്തിൻ്റെ വിശാലമായ താൽപ്പര്യങ്ങൾ പരിരക്ഷിച്ച് മുന്നേറുക, അതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെന്ത്, ഇതൊക്കെയാണ് രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. രാഷ്ട്രമാണ് വലുത്. നേഷൻ ഫസ്റ്റ്, രാഷ്ട്രമാണ് വലുത്. ബാക്കിയുള്ളതൊക്കെ പിന്നീടാണ്. എപ്പോഴും ഒരു രാഷ്ട്രം സുശക്തമായെങ്കിൽ മാത്രമേ അതിലൂടെ ജനസമൂഹത്തിന് ജീവിക്കാൻ കഴിയൂ. അതായത് നിശ്ചലമായ, യാതൊരു വിധത്തിലും കോട്ടം തട്ടാത്ത, എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്ര ആഭിമുഖ്യമുള്ള, രാഷ്ട്രാധിഷ്ഠിതമായ ഒരു തത്വസംഹിത എപ്പോഴും ഉള്ളപ്പോഴാണ് ഒരു ജനസമൂഹം എക്കാലവും ഒരു ക്ഷേമരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിലൂടെ മുന്നോട്ടേക്ക് പോകുന്നു. രാഷ്ട്ര താൽപ്പര്യങ്ങൾ മാറാറില്ല. കാരണം അത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്, സത്യത്തിൽ അധിഷ്ഠിതമാണ്. രാമായണം ചൂണ്ടിക്കാണിക്കുന്നതാണ്. അധികാരം വരും പോകും, അതൊക്കെ ക്ഷണികങ്ങളാണ്, താൽക്കാലികങ്ങളാണ്. പക്ഷെ സത്യം എന്ന് പറയുന്ന ഒന്ന് എന്നെന്നും ഉള്ളതാണ്. ധർമ്മം അത് മാറ്റമില്ലാത്തതാണ്. കാരണം ഒരു രാഷ്ട്രത്തെ നിലനിർത്തുന്നത് എന്തോ അതാണ് ധർമ്മം. നിലനിർത്തുന്നത് എന്തോ അതാണ് ധർമ്മം. അത് ഹനിക്കപ്പെടാൻ പാടില്ല. അത് ഹനിച്ചാൽ പിന്നെ രാഷ്ട്രം എന്താണ്? രാമായണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. രാഷ്ട്രം ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അധികാരക്കൊതി ആണ് രാമനുണ്ടായിരുന്നതെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ വേണ്ടി എന്തും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന് അധികാരമായിരുന്നില്ല വലുത്. അധികാരം ആർക്ക് വേണമെങ്കിലും ചെയ്യാം, വ്യവസ്ഥ ചെയ്യാം. അത് ഭരതനെ ഏൽപ്പിച്ചു. ഭരതൻ അത് ചെയ്തു. പക്ഷെ തൻ്റെ ജീവിത ലക്ഷ്യം അതല്ല. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടിയാണ് ജീവിതം. തൻ്റെ രാഷ്ട്രീയം അതാണ്. ഈ രാഷ്ട്രമാണ് വലുത്. രാഷ്ട്രം എപ്പോഴും ഭരണനിർവഹണം നടത്തേണ്ടത് മൂല്യാധിഷ്ഠിതമായ, ജീവിത ധാർമ്മിക മൂല്യങ്ങൾക്ക് വിലയുള്ള ഒരു ഭരണ സംവിധാനത്തിലൂടെ ആയിരിക്കണം. ഇന്നത് വളരെ പ്രസക്തമാണ്. കാരണം ഇന്ന് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ നമ്മുടെ ചുറ്റുപാട് നോക്കുന്ന സന്ദർഭത്തിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾക്കിടയിൽ, ആ നെട്ടോട്ടത്തിനിടയിൽ ചതഞ്ഞരഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് മൂല്യങ്ങളാണ്. ശാശ്വതങ്ങളായിട്ടുള്ള ഈ മൂല്യങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും താൽക്കാലികവും ക്ഷണികങ്ങളുമായിട്ടുള്ള ആവശ്യങ്ങളും ഒക്കെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവുകയാണ്.
പക്ഷേ രാമായണത്തെ അവലംബമാക്കി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഒരു സമൂഹം ഉണരുന്നതും ഉയരുന്നതും വളരുന്നതും വികസിക്കുന്നതും എപ്പോഴും എക്കാലത്തും പ്രയോജനപ്പെടുന്ന രീതിയിലാവണം. രാഷ്ട്രം നിലനിൽക്കണം, എല്ലാ കാലവും നിലനിൽക്കണം. രാമായണം നൽകുന്നൊരു സന്ദേശമാണ്. ജനങ്ങളാണ് വലുത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ദൈവം ജനങ്ങളാണ്, ജനങ്ങളാണ് എൻ്റെ ദൈവം. ശ്രീരാമനിൽ നിന്നും ഉൾക്കൊണ്ടൊരു ഒരു ആശയമാണ്. കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. തന്നെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ജനങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ജനങ്ങൾ വളരെ എതിർദിശയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ, തന്നെക്കുറിച്ച് എന്തെങ്കിലും അപവാദം ഉണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അതിന് വിധേയനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ജനവികാരവും ജനാഭിപ്രായവും ജനമനസ്സാക്ഷിയും അദ്ദേഹത്തിന് വളരെ വലുതായിരുന്നു. അതാണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. രാമൻ്റെ ഏറ്റവും വലിയ വിശേഷണം എന്താണ്? സത്യതേജസ്വിയായ ശ്രീരാമചന്ദ്രൻ എന്നാണ് പറയുന്നത്. സത്യതേജസ്വിയാണ് രാമൻ്റെ ഏറ്റവും വലിയൊരു വിശേഷണം. അതാണ് സത്യതേജസ്വിയാണ്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളതല്ല, അധികാരമല്ല, അതിനേക്കാൾ വലുത് ജനക്ഷേമമാണ്, വാക്കാണ്. അച്ഛന് കൊടുത്ത, അമ്മ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്, ആ വാക്ക് പാലിക്കണം. അതിനോടാണ് പ്രതിബദ്ധത. ഇന്ന് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് അധികാരം ഏൽക്കുന്നവർ ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചാൽ ആ മാനിഫെസ്റ്റോ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാര്യത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ കൊടുത്ത വാക്ക് പാലിക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാവുകയാണ്. എത്ര വലിയ കണ്ടകാകീർണമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നാലും താൻ നിശ്ചയിച്ചതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകണം. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ നിശ്ചയദാർഢ്യമാണ്. ഒരു ഭരണാധികാരി നിശ്ചയദാർഢ്യമുള്ള ആളായിരിക്കണം. എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം. അവിടെയാണ്. ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചല്ല എൻ്റെ ചിന്ത, ഭൗതികമായ സുഖങ്ങളെക്കുറിച്ചല്ല എൻ്റെ ചിന്ത. എൻ്റെ ശരീരമല്ല എനിക്ക് വലുത്. എനിക്ക് സത്യം അത് നിലനിൽക്കുക എന്നുള്ളതാണ്. ധാർമ്മിക മൂല്യങ്ങൾക്കാണ് വില. അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് ഭരണാധികാരിയുടെ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രം? നമുക്കറിയാം, രാമനെപ്പറ്റി പറയുമ്പോൾ മര്യാദാ പുരുഷോത്തമനാണെന്ന് പറയാറുണ്ട്. എന്താണ് മര്യാദകൾ? ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്? ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. മര്യാദകൾ പാലിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പല മര്യാദകളുണ്ട്, ഏതിനും മര്യാദകളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൽ, അതുപോലെ ഭാര്യയോട് പെരുമാറുന്നത്, സഹോദരന്മാരോട് പെരുമാറുന്നത്, ജനങ്ങളോട് പെരുമാറുന്നത്, മര്യാദകൾ ആവശ്യമാണ്. അതാണ് ഒരു രാഷ്ട്രത്തിൽ ഒരു ഭരണാധികാരിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് അയാൾ ഒരു നാടിന് മാതൃകയാവണം. മാതൃകയാവുക എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്നാണ് ജനങ്ങൾ പഠിക്കേണ്ടത്. ജനങ്ങൾക്ക് അറിവും മുന്നോട്ടുള്ള ഗതിയും നിശ്ചയിക്കേണ്ടത് തങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് മര്യാദാ പുരുഷോത്തമനാണ് രാമൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പല തരത്തിലുള്ള വിഭാഗീയതയും വിഘടിതമായ അവസ്ഥയും അതുപോലെ വിധ്വംസക പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിനോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. രാക്ഷസീയ ശക്തികളോട് എതിരിടുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അധർമ്മങ്ങളോട്, അതുപോലെ തന്നെ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന അക്രമികളോട്, നാടിൻ്റെ സ്വൈര്യത കെടുത്തുന്നവരോട്, തീവ്ര വികാരങ്ങൾ വെച്ച് പുലർത്തുന്നവരോട്, ഭീകരന്മാരോട് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. കാരണം ഒരു വിട്ടുവീഴ്ച കാണിച്ചാൽ പിന്നെ രാഷ്ട്രം എന്നുള്ള സങ്കല്പം ഇല്ല എന്നതിൻ്റെ അർത്ഥം. രാഷ്ട്രമാണ് വലുത്.
എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി തീർച്ചയായും ഇത്തരം ജനദ്രോഹപരമായ നാടിൻ്റെ താല്പര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ശക്തികളോട് സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തണം. അതാണ് രാമായണത്തിൻ്റെ സന്ദേശം. നമുക്കറിയാം, കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രയോ രാക്ഷസീയ ശക്തികളോടാണ്. വേണ്ട ചെറുപ്പത്തിൽ തന്നെ അവിടെ ആയുധാഭ്യാസം ഒക്കെ നടക്കുന്ന വേളയിൽ വിശ്വാമിത്രൻ വന്ന് യാഗരക്ഷയ്ക്ക് വേണ്ടി സഹായം ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഇറങ്ങി തിരിച്ചത്. കാരണം ഒരു നാട്ടിൽ ഈ മാരീചനെ പോലെയുള്ള ആസുരിക ശക്തികൾ യാഗങ്ങൾ മുടക്കുന്നു, സ്വൈരമായി സമാധാനപരമായി ഋഷിശ്രേഷ്ഠന്മാർക്ക് ജീവിക്കാൻ തങ്ങളുടെ പർണശാലയിൽ സാധിക്കുന്നില്ല, അക്രമങ്ങളും കയ്യേറ്റങ്ങളും നടത്തി സ്വൈരത നഷ്ടപ്പെടുത്തുമ്പോൾ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടത് ധർമ്മിഷ്ഠരായിട്ടുള്ളവരുടെ കടമയാണ്. അതാണ് രാമൻ നിർവഹിച്ചത്. അവിടെയും നമ്മൾ മറ്റൊരു കാര്യം, വിശ്വാമിത്രൻ വന്ന് ദശരഥനോട് ചോദിക്കുകയാണ്, മക്കളെ വിട്ടുതരണം, 2 മക്കളെയും എനിക്ക് വിട്ടുതരൂ, എൻ്റെ ആശ്രമത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ യാഗം മുടക്കുന്ന ശക്തികൾക്കെതിരെ പൊരുതി എനിക്കവിടെ യാഗം നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് യാഗരക്ഷ രാഷ്ട്രത്തിൻ്റെ രക്ഷയാണ്. കാരണം ഈ യാഗം നടത്തുന്നത് മുഴുവൻ നാടിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ യാഗരക്ഷ എന്ന് പറയുന്നത് രാഷ്ട്രരക്ഷയാണ്. അതാണ് അതിലെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ദശരഥൻ്റെ അടുക്കൽ ചെന്ന് മക്കളെ വിട്ടു തരണമെന്ന് പറയുന്നത്. ദശരഥന് ചെയ്തത് എന്താണ്? മക്കളെ എന്നാൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത്, അനുവാദം തരേണ്ടത് ഞാനല്ല, വസിഷ്ഠനാണ്. ധർമ്മഗുരുവാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ധർമ്മഗുരു എന്ന് പറഞ്ഞാൽ നാട്ടിൽ ധർമ്മം നിലനിൽക്കുവാൻ ആവശ്യമായിട്ടുള്ള മൂല്യബോധം പകർന്നു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗുരുനാഥനാണ്. ഒരു രാഷ്ട്രത്തിന് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന മാർഗദർശിയാണ്. അതാണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. ആ വസിഷ്ഠനാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് രാജാവല്ല, ധർമ്മഗുരുവാണ്. ആ ധർമ്മഗുരുവാണ്, വസിഷ്ഠനാണ് ലക്ഷ്മണനെയും രാമനെയും വിശ്വാമിത്രൻ്റെ കൂടെ യാത്രയാക്കുന്നത്. ആ വിശ്വാമിത്രനോടൊപ്പം ലക്ഷ്മണനും രാമനും കടന്നു കയറി വനത്തിലൂടെ സഞ്ചരിച്ച് നോക്കുക. അഹല്യയ്ക്ക് മോക്ഷമാണ് കൊടുക്കുന്നത്. ആ സ്ത്രീക്ക് നെടുനാളുകളോളമായി മോക്ഷം കിട്ടാതെ വിഷമിച്ച് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീക്ക് മോക്ഷം കൊടുക്കുകയാണ്. നാരീശക്തി, സ്ത്രീ സുരക്ഷ. ഒരു നാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയിലൂടെയാണ്. രാഷ്ട്രം നിലനിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സ്ത്രീ സുരക്ഷയിലൂടെ, സ്ത്രീ ശാക്തീകരണത്തിലൂടെ. സ്ത്രീകളുടെ അമ്മ എന്നുള്ള സങ്കല്പം അത് യാതൊരു വിധത്തിലെ കോട്ടവും തട്ടാതെ ആ സ്ത്രീകളുടെ മാനം കാക്കാൻ വേണ്ടി ഒരു സമൂഹം തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഒരു പക്ഷി ചെയ്തത്. ജഡായു എന്ന് പറയുന്ന പക്ഷി ചെയ്തത് എന്താണ്? സീതാദേവിയുടെ മാനം കാക്കാൻ സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരു പക്ഷി ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. കാരണം തൻ്റെ ജീവനേക്കാൾ തനിക്ക് വലുത് മറ്റൊരാളുടെ ജീവനാണ്, മറ്റൊരാളുടെ മാനമാണ്. അത് രക്ഷിക്കണം. അതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യം. അതാണ് ആ സീതാപഹരണം നടക്കുന്ന സന്ദർഭത്തിൽ ആ ജഡായു നടത്തിയ പോരാട്ടത്തിൻ്റെ ധീരോദാത്തമായ ആ ഓർമ്മകൾ ഇന്നും ജഡായുപ്പാറയിൽ ജ്വലിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് എത്രയോ സ്ത്രീ പീഡനങ്ങളാണ്. സ്ത്രീകളുടെ നിലവിളി ഇന്ന് ഉയരുകയാണ്, കരച്ചിലാണ് കേൾക്കുന്നത്. അവരുടെ കണ്ണുനീർത്തുള്ളികൾ വീണ് കേരളത്തിൻ്റെ മണ്ണ് നനയുകയാണ്. അവിടെയാണ് നമ്മൾ ഒരു ജഡായുവിൻ്റെ ശബ്ദം കേൾക്കേണ്ടി വരും. ചിറകടിച്ചുയരുന്ന ജഡായു കൊക്കും നഖവും ഉപയോഗിച്ച് സർവായുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു രാക്ഷസ രാജാവിൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് ഇതുപോലുള്ള ധർമ്മത്തിന് വേണ്ടി ജനസമൂഹം തയ്യാറാകുമ്പോഴാണ്. എന്ത് എതിർപ്പുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പോലും ധർമ്മം രക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറാവുക, ഒരു ത്യാഗത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. അതാണ് രാമായണത്തിൻ്റെ സന്ദേശം. ഇങ്ങനെ ഓരോ കഥാതന്തുക്കളിൽ കൂടി നമ്മൾ പോകുമ്പോൾ, മറ്റൊന്ന്,
ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് ആ രാഷ്ട്രത്തിലെ ജന്തുജീവജാലങ്ങളും സസ്യലതാദികളും അവിടുത്തെ മാനവ സമൂഹവും എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കഴിയുമ്പോഴാണ്. ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പിന് അത് വളരെ ആവശ്യമാണ്. പരസ്പരം സംഘർഷവും ഏറ്റുമുട്ടലും വൈരുദ്ധ്യവുമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇവയെല്ലാം വിരുദ്ധ ചേരികളിൽ നിന്നുകൊണ്ട് പോരടിക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രം എങ്ങനെ നിലനിൽക്കും? ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു സൗഹാർദ്ദത്തിലൂടെയാണ്. രാമായണത്തിൽ നമുക്കത് കാണാൻ കഴിയും. അവിടെ പക്ഷികൾ, വാനരന്മാർ, എന്തിനണ്ണാൻ, എല്ലാവരും രാമായണത്തിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു പോക്കിൽ വളരെയേറെ സുശക്തമായ രീതിയിൽ അവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കുകയാണ്. അതാണ് പ്രകൃതി ഒരു കുടുംബം എന്നുള്ള നിലയ്ക്കാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇന്ന് വനത്തിൽ കിടക്കുന്ന വന്യജീവികളെല്ലാം പുറത്തേക്കിറങ്ങി മനുഷ്യനെ ആക്രമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ രാമായണത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. രാമായണത്തിൽ എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിയുകയാണ്. അവിടെ ഭേദചിന്തകളില്ല, അവിടെ ഏറ്റുമുട്ടലുകളില്ല, അവിടെ സംഘർഷമില്ല, പരസ്പര ചൂഷണമില്ല. പരസ്പരം സ്നേഹിച്ചും ഒരുമിച്ചും സൗഹാർദ്ദത്തോടു കൂടി ഒരു കുടുംബമായി കഴിയുകയാണ്. ഇന്ന് പ്രകൃതി ധ്വംസനമാണ്. എവിടെയും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. ഇന്ന് കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മുടെ പുഴകളെല്ലാം വറ്റി വരളും. ഇവിടെയാണ് പഞ്ചവടിയും അതുപോലെ തന്നെ നദികളും മലകളും പർണശാലകളും ഒക്കെ പഞ്ചവടിയും ദണ്ഡകാരണ്യവും ഒക്കെ അടങ്ങുന്ന ഈ രാമായണത്തിൻ്റെ അതിൻ്റെ ആ വിശാലമായ പാരിസ്ഥിതികമായ അതിൻ്റെ ആ അർത്ഥതലങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇന്നതിന് പ്രസക്തിയുണ്ട്. ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഭരണാധികാരികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, രാഷ്ട്രീയം എന്ന് പറയുന്നത് നിരവധി ഘടകങ്ങളുടെ ഒരു ഒത്തുചേരലാണ്. അതിനെ മുഴുവൻ തന്നെ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട്. ആ പങ്ക് കണ്ണാറക്കണ്ണം പറയുന്നതാണ്, തന്നാലാകാവുന്നത് ചെയ്യാം, എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഞാനും ചെയ്യാം. അല്പം ചെറിയ കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ളവർക്കും പങ്കുണ്ട്. അതാണ് ഒരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്, ജനാധിപത്യ മൂല്യം എന്ന് പറയുന്നതാണ്. അത് ആണ് രാമായണത്തിലെ രാഷ്ട്രീയം. അത് എല്ലാ വിധത്തിലും എല്ലാവരും ഉൾക്കൊള്ളുകയാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല. ജനസമൂഹം ഇന്ന് അതിൽ വളരെ വ്യക്തമായി പറയുന്നു, ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ജാതി നാമാദികൾക്കൊന്നുമല്ല പ്രാധാന്യം. അവിടെ ചേരിതിരിവുകളും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മറ്റ് പ്രാദേശികങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെയും പേരിലല്ല. ഒരു രാഷ്ട്രം, ഒരു ജനത. അതുകൊണ്ട് ഒരു രാഷ്ട്രത്തിൽ പല രാജ്യങ്ങളുണ്ടാകാം. പക്ഷേ രാഷ്ട്രം രാജ്യവും രണ്ടാണ്. രാജ്യം എന്ന് പറയുന്നത് പീസ് ഓഫ് ലാൻഡ്. ഒരു ഭൂവിഭാഗത്തിൽ കുറച്ച് പേർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം, ഒരു ഏരിയയാണ്. രാഷ്ട്രമതല്ല. രാഷ്ട്രമെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം, ഒരു പൈതൃകം, ഒരു ധർമ്മം ഉണ്ട്. രാമൻ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അന്ന് ത്രേതായുഗത്തിൽ രാമൻ കേരളത്തിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവ്, സാഹചര്യ തെളിവുകളുണ്ട്. രാമേശ്വരം വരെ പോയി. അപ്പോൾ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാമൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രം ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പണ്ടുകാലം മുതലേ, വളരെ പ്രാചീനമായ കാലം മുതൽ തന്നെ, ത്രേതായുഗത്തിൽ തന്നെ ഒരു രാഷ്ട്ര ചിന്തയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. വ്യത്യസ്തങ്ങളെ രാജ്യങ്ങളുണ്ടായിരുന്നു, ശരിയാണ്. പല രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ആ രാജ്യങ്ങൾ തമ്മിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആ രാജ്യത്തുള്ളവർ തമ്മിൽ രാഷ്ട്രചിന്തയുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്, തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകാറുണ്ട്. ഋഷിമാർ അങ്ങനെ യാത്ര ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കാണാം. ഇന്നും
ഏത് ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാലും രാമകഥകൾ അവിടെയുള്ളവർ പാടുന്നു. ഈ കൊച്ചു കേരളത്തിൽ പോലും കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് ശബരിയുടെ തപസ്സനുഷ്ഠിക്കുന്ന ശബരിപീഠം നമുക്ക് കാണാൻ കഴിയും. ജടായു പാറ നമുക്ക് കാണാൻ കഴിയും. രാമായണത്തിലെ വഴിത്തിരിവുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും പല പല സ്ഥലങ്ങളിലും കാണാം. കാരണം ഒരു രാഷ്ട്രം എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലിക പ്രസക്തി ഉണ്ടാകുന്നത് അതിലെ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ്. ഒരു രാഷ്ട്രത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം രാമായണത്തിലുണ്ട്. അതുകൊണ്ട് നല്ല ഭരണം, ഭരതൻ തന്നെ രാഷ്ട്ര ഭരണാധികാരമേൽപ്പിച്ചപ്പോൾ അദ്ദേഹം അധികാരക്കസേരയിലിരിക്കാൻ തയ്യാറായില്ല. രാമനെ സങ്കല്പിച്ചുകൊണ്ട് തന്നെ രാമൻ്റെ പാദുകങ്ങൾ കൊണ്ടുവന്ന് പൂജനീയമായ സ്ഥാനത്ത് വെച്ച് ദിവസവും ആദരിച്ചുകൊണ്ട് ഭരണനിർവഹണം നടത്തി. അതാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് മൂല്യബോധമുണ്ടാവുക, ജീവിത ധാർമ്മിക മൂല്യങ്ങളുണ്ടാവുക. അതാണ് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്നുള്ളതിൻ്റെ തെളിവാണ്. താൻ ആഗ്രഹിക്കുന്നത് എന്തും നടപ്പിലാക്കുക എന്നുള്ളതല്ല, കൂടിയാലോചനകളിലൂടെ പരസ്പരം ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സാഹോദര്യത്തിന്, സ്നേഹത്തിന്, സൗഹാർദ്ദത്തിന്, ദയ, അനുകമ്പ, കാരുണ്യം, വാത്സല്യം തുടങ്ങിയിട്ടുള്ള ഈ ഭാവാത്മകമായ, രചനാത്മകമായ, സൃഷ്ടിപരമായ ചിന്തകൾക്കും ആശയങ്ങൾക്കും പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ആ രാഷ്ട്രീയം അവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് രാമായണത്തിലെ രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്തേ.